രാവിലത്തെ നമ്മൾ കണ്ട നടന്റെ മുഖമല്ല, രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ വാതിൽ പൊളിയുമാറ് ശക്തിയിൽ ഞങ്ങളെ എന്ത് ചെയ്യുന്നു, വിളിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്രമാത്രം ദയനീയമായ ഒരു അവസ്ഥയാണത്. അതുകൊണ്ടാണ് അവർ പറയുന്നത്, ഞങ്ങൾ അച്ഛനെ പോലെ കണ്ടിരുന്ന പോലെ, ഞങ്ങളൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കണ്ടിരുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദത്തെടുത്ത മകനെ കുറിച്ച് പറയുമ്പോൾ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും അവനെ നിങ്ങളുടെ പേരിനോട് ചേർത്ത് വിളിക്കരുത്, അതുപോലെയല്ല. അല്ലെ, ദത്തുപുത്രൻ ദത്തുപുത്രനാണ്, അതുകൊണ്ട് അവന്റെ പിതാവിലേക്ക് വേണം നിങ്ങൾ ചേർത്ത് വിളിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് പോലെയല്ല, പുത്രനെയുള്ളൂ, പുത്രനെ പോലെയില്ല. അവിടെയാണ് നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, എന്താണ് ഇസ്ലാമിന്റെ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത്? ഭർത്താവിന്റെ സഹോദരന്റെ കൂടെ എനിക്ക് യാത്ര ചെയ്യുന്നതെങ്കിൽ അതിനെന്താ, എന്റെ അനിയനെ പോലെയല്ലേ, കസിൻ ബ്രദറിനെ പോലെ. അവൻ എന്റെ ബ്രദറിനെ പോലെയാണ്, കസിനാണ് പക്ഷെ ബ്രദറിനെ പോലെയാണ്. അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവൻ എന്റെ ആത്മാത്ര സുഹൃത്താണ്, അതെന്റെ ബെസ്റ്റിയാണ്. എന്റെ പെൺ സുഹൃത്തിനേക്കാളും അധികം എന്റെ ഹൃദയം അറിയുന്നവനെ പോലെയാണവൻ എന്ന് പറയുന്ന പദങ്ങളിലേക്ക് പലതും പോലെ പോലെ എന്ന് കണക്ട് ചെയ്തത് എപ്പോഴാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, വിശുദ്ധ ഖുർആനിൽ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും, തീർച്ചയായിട്ടും ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും നാം എന്ത് ചെയ്തിട്ടില്ല, ഉള്ളിലും രണ്ട് ഹൃദയങ്ങളെ, കൽബൈനെ, രണ്ട് ഹൃദയത്തെ നാം കൊടുത്തിട്ടില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ. കാരണം അവിടെ എന്താണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ച് സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ് റബ്ബ് എന്നത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആണിനെ കുറിച്ച് പെണ്ണിനെ കുറിച്ച് പറയുമ്പോൾ, അവരുടെ സംസാരത്തെ കുറിച്ചും വേഷവിധാനത്തെ കുറിച്ചും പറയുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ആർക്കാണ് അതിരും പരിധികൾ നിശ്ചയിച്ചതെന്ന് പറയുമ്പോൾ പെണ്ണിന് മാത്രമാണ് അതെന്ന് ഇസ്ലാം ഒരിക്കലും പറയുന്നില്ല, ആണിനും പെണ്ണിനും കൂടിയാണ്.